ബ്ലസ് ദ ലോഡ്. ബ്ലസ് ദ ലോഡ് എന്ന ഫ്രേസ് നമ്മൾക്ക് സങ്കീർത്തനങ്ങളിലാണ് കാണാൻ സാധിക്കുന്നത്. ദാവീദിൻ്റെ പല വേദഭാഗങ്ങളിലും കാണാൻ സാധിക്കുന്ന ബ്ലസ് ദ ലോഡ് എന്ന ഈ ഒരു പദം നിങ്ങളിൽ എത്ര പേർക്ക് ഇതിന് ശരിക്കുമുള്ള മീനിങ് മനസ്സിലായിട്ടുണ്ട്? ബ്ലസ് ദ ലോഡ് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സിൽ വന്നൊരു സംശയമാണ്, എന്തുകൊണ്ടാണ് ബ്ലസ് ദ ലോഡ് എന്ന് എഴുതിയിരിക്കുന്നത്? നമ്മളാരാണ് ദൈവത്തെ ബ്ലസ് ചെയ്യാൻ ഉള്ളവർ? സാധാരണയായിട്ട് ദൈവമാണ് നമ്മൾക്ക് ബ്ലെസ്സിങ് തരേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ ബ്ലസ് ചെയ്യേണ്ടത് ദൈവമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു യൂസേജ് ഉള്ളത്, ബ്ലസ് ദ ലോഡ് എന്നത്? അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടെത്തിയത് വളരെ എന്താ പറയുക, അമൂല്യമായൊരു അറിവ് തന്നെയാണ്. ഈ ബ്ലസ് എന്ന ഈ ഒരു പദത്തിൻ്റെ അർത്ഥം ഹീബ്രുവിൽ ബ്ലസ് എന്ന് പറഞ്ഞാൽ ബറാഖ് എന്നതാണ്. ഈ ഒരു ബറാഖ് എന്ന പദം എടുത്തിരിക്കുന്നത് ബറാഖി എന്ന റൂട്ട് വേർഡിൽ നിന്നാണ്. ഈ ബറാഖി എന്നത് ഹീബ്രുവിൽ അവരുടെ ഭാഷയിൽ, എബ്രായ ഭാഷയിൽ നീൽ എന്നാണ്, എന്ന് പറഞ്ഞാൽ മുട്ട് മടക്കുക. അപ്പോൾ ബ്ലസ് ദ ലോഡ് എന്നതിൻ്റെ ശരിയായ അർത്ഥം ദൈവത്തിൻ്റെ മുൻപിൽ മുട്ട് മടക്കുക എന്നത് തന്നെയാണ്. ബ്ലസ് ദ ലോഡ് എന്ന് പറയുമ്പോൾ ദൈവത്തെ അനുഗ്രഹിക്കാനോ അല്ലെങ്കിൽ ദൈവത്തെ പുകഴ്ത്താനോ അവൻ്റെ നാമത്തെ വാഴ്ത്താനോ എന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്ന് പറഞ്ഞാൽ ഹീബ്രുവിൽ അർത്ഥമാക്കുന്നത്, ദാവീദ് അർത്ഥമാക്കിയത് ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ട് മടക്കുക എന്നതാണ്. സങ്കീർത്തനം 103 വായിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും. ഇങ്ങനെയൊരു അറിവ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും, എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്നതാണ് നമ്മൾ ബ്ലസ് ദ ലോർഡ് ഓ മൈ സോൾ എന്നതിന് മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ. പക്ഷേ ഇതിൻ്റെ ബ്ലസ് എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവിടെ ദാവീദ് ശരിക്കും ഉദ്ദേശിച്ചത്, എൻ മനമേ യഹോവയുടെ മുൻപിൽ മുട്ട് മടക്കുക, എൻ്റെ സർവ്വ അന്തരംഗവുമായുള്ളവ യഹോവയുടെ മുൻപിൽ മുട്ട് മടക്കുക എന്നത് തന്നെയാണ്. കാരണം ഒരുപാട് കാരണങ്ങളാണ് ദാവീദ് ഇതിന് ശേഷം പറഞ്ഞിരുന്നത്. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, അവൻ നിൻ്റെ സകല പാപങ്ങളെയും മോചിച്ച് തന്നിരിക്കുന്നു, അവൻ നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കിയിരിക്കുന്നു, അവൻ നിന്നെ ദയയും സമാധാനവും കൊണ്ട് നിറച്ചിരിക്കുന്നു, നിൻ്റെ ജീവനെ അവൻ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു, നിൻ്റെ യൗവനം കഴുകനെ പോലെ കുറുകി വരത്തക്കവണ്ണം അവൻ സകല നന്മകളും കൊണ്ട് നിൻ്റെ വായ നിറച്ചിരിക്കുന്നു എന്ന് തുടങ്ങുന്ന പല റീസൺസ് നമ്മൾക്ക് ദാവീദ് പറഞ്ഞു തരികയാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ തന്നതുകൊണ്ട്, തന്നിരിക്കുന്നത് കൊണ്ട്, തരുന്നത് കൊണ്ട് അവൻ്റെ വിശുദ്ധ നാമത്തിൻ്റെ മുമ്പിൽ മുട്ട് മടക്കുക, യഹോവയ്ക്ക് മുൻപിൽ മുട്ട് മടക്കുക എന്നത് തന്നെയാണ് ബ്ലസ് ദ ലോർഡ് എന്ന് പറയുന്ന ഈ ഒരു പദം കൊണ്ട് ദാവീദ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. അവൻ്റെ മുമ്പിൽ മുട്ട് മടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലെസ്സിങ്സ് നമ്മൾക്ക് വരുന്നത് തന്നെയായിരിക്കും. ബ്ലെസ്സിങ്സിന് വേണ്ടി ആയിരിക്കരുത് ദൈവത്തിന് മുമ്പിൽ മുട്ട് മടക്കുന്നത്. പലപ്പോഴും ഈ മുട്ട് മടക്കുക എന്നുള്ള ഈ ഒരു പ്രയോഗം നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും ആൾക്കാരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ നിലത്ത് മുട്ട് കുത്തി മുട്ട് മടക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു ഫിസിക്കൽ പോസ്ചറിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട്, ഫിസിക്കലി നമ്മൾ മുട്ട് മടക്കുന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഈ ഒരു മുട്ട് മടക്കുക അല്ലെങ്കിൽ ടു നീൽ ബിഫോർ ഗോഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഒരു ഹൃദയത്തിൻ്റെ ഭാവമാണ്. കംപ്ലീറ്റ് സബ്മിഷൻ, കംപ്ലീറ്റ് സറണ്ടറിങ് ആണ് ഈ ഒരു നീൽ ബിഫോർ ഗോഡ് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ബ്ലസ് ദ ലോർഡ് എന്ന ഈ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് സറണ്ടറിങ്, ഹൃദയത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണിത്. എല്ലാം കൊണ്ടും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വീക്കാക്കി അല്ലെങ്കിൽ ദൈവത്തിന് വലിയ ശക്തിയാണ് എന്നുള്ളത് കൊണ്ടൊന്നും അല്ല അത് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഏറ്റവും അവൻ്റെ മുമ്പിൽ പൂർണ്ണ സമർപ്പണമാണ് ഈ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം നമ്മൾ ഹംബിൾ ചെയ്താൽ മതിയാകും എന്നുള്ളത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഒന്നും ബോധ്യപ്പെടുത്താൻ കഴിയുന്നതല്ല. അപ്പോൾ ഇനി മുതൽ ഈ ഒരു ബ്ലസ് ദ ലോർഡ് എന്ന ഒരു പാട്ട് കേൾക്കുമ്പോൾ, ബ്ലസ് ദ ലോർഡ് എന്ന വേഴ്സസ് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതിൻ്റെ ശരിയായ അർത്ഥം ദൈവത്തിൻ്റെ മുമ്പിൽ, യഹോവയുടെ മുമ്പിൽ മുട്ട് മടക്കുക എന്നതാണ്. നീൽ ബിഫോർ ദ ലോർഡ്, a complete surrendering and a complete submission. So come fall in love with Jesus and fall in love with the word of God. Bless his name.